നമസ്കാരം. ഒരുപാട് വിമർശനങ്ങൾ വന്നേക്കാവുന്ന ഒരു വിഷയമാണ്. പറയാതെ വയ്യ, അതുകൊണ്ട് പറയുകയാണ്. കാരണം അനാചാരം ഇങ്ങനെ പെരുകി 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 നാം ഇപ്പോൾ പെരുവഴിയിലായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് സാധാരണ ഗതിയിൽ ഇത് സേതു ഹിമാചലം, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശത്തിലുള്ള സാധാരണക്കാരൻ്റെ മനസ്സിനകത്തുള്ള വിഷയമാണ്. സാധാരണക്കാരിലും സാധാരണക്കാരൻ്റെ മനസ്സിലുള്ളത് ഒരു വിഷയം. ആചാരത്തിലോ ആഘോഷങ്ങളിലോ നമ്മുടെ ജീവിതചര്യയിലോ ഒരു സംശയം വരുമ്പോൾ ആദ്യം അവൻ സമീപിക്കുന്നത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു ക്ഷേത്രത്തിലെ, ഒരു അമ്പലത്തിലെ ശാന്തിക്കാരൻ്റെ അടുത്തായിരിക്കും. പൊതുവെ ഇത് എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയല്ല, പക്ഷേ എങ്കിലും ഒരുപാട് പേർ ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, എനിക്കിപ്പം ഇന്ന കഷ്ടകാലമുണ്ട്, ഇല്ലെങ്കിൽ പല പല ചോദ്യങ്ങളും വരുന്നുണ്ട്. വേറെ ഗതിയില്ല, വേറെ വഴിയില്ല, എവിടെ ചെന്ന് ചോദിക്കും അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ. പക്ഷെ നാം ചിന്തിക്കേണ്ടത്, ഈ അമ്പലത്തിലെ ശാന്തിക്കാരൻ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം, വാസ്തു പഠിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പ്രതീതിയാണ്, മനുഷ്യൻ്റെ പ്രതീതിയാണ്. ഇവിടെ ആരെയും കുറ്റപ്പെടുത്തുവാനുള്ള ഒരു പരിപാടിയായിട്ട് കാണരുത്, ഒരു അപേക്ഷയാണ്, ഒരു പ്രതീതിയാണ്. ഞാൻ ചെന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നില്ല ഈ ഏരിയ അല്ല എൻ്റെ ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹവും പറയുന്നില്ല. എൻ്റെ പണി എന്നുള്ളത് ക്ഷേത്രത്തിലെ തന്ത്രമാണ്, ക്ഷേത്രത്തിലെ പൂജ കഴിക്കുക. ഞാൻ അസലായിട്ട് പൂജ കഴിക്കും, നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്, ഹോമങ്ങൾ കഴിക്കുവാൻ പഠിച്ചിട്ടുണ്ട്, കലശം ചെയ്യുവാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ശ്രീഭൂതബലി ശീവേലി കഴിക്കുവാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് തന്നെ വലിയ പഠിപ്പാണ്. തന്ത്രശാസ്ത്രം, കേരളീയ തന്ത്രശാസ്ത്രം, അത് പഠിച്ച് തീരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന ഒരു വാക്ക് അദ്ദേഹം പറയുന്നില്ല. കാരണം ഇവൻ്റെ പ്രതീക്ഷയാണ്, ഇവൻ വിചാരിക്കുകയാണ് ഇദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹവും എന്തെങ്കിലുമൊക്കെ മുഹൂർത്തം അങ്ങനെ കൊടുത്തു വിടുകയാണ്. ആ മുഹൂർത്തം പല രീതിക്കും പല ആൾക്കാരും അപ്രോച്ച് ചെയ്യുമ്പം മുഹൂർത്തമായിട്ട് തന്നെ ഒന്നുമില്ല. ഈയിടയ്ക്ക് ഒരു വിവാഹത്തിൻ്റെ മുഹൂർത്തം ഒരാൾ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. മെയ് മാസം, ദിവസം എനിക്ക് ഓർമ്മയില്ല, മേടമാസം തന്നെയാണ്. സത്യം പറഞ്ഞാൽ അന്ന് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ദിവസമാണ്. ഇവർക്ക് ഈ ദമ്പതികൾക്ക്, അച്ഛനമ്മയ്ക്കും വിശ്വാസമുള്ളത് കൊണ്ടാണ് മുഹൂർത്തം നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് അറിയത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. നേരെ ഒരു ദിവസം നോക്കി, ഇത് ശിവന് പ്രധാനപ്പെട്ട ദിവസമാണല്ലോ, ശിവൻ്റെ പിറന്നാളാണല്ലോ, എന്നാൽ ആയിക്കോട്ടെ. എങ്ങനെയാണ് ഇതിനെ ടാഗ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നറിയുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ ശിവൻ്റെ ദിവസം ഇല്ലെങ്കിൽ കൃഷ്ണൻ ജനിച്ച ദിവസം നല്ലതാണ് എന്നുള്ള വിഷയത്തെ ചിന്തിച്ചുകൊണ്ട് ഇത് നടത്താം എന്നായി. കലണ്ടറിൽ എന്തായി? കലണ്ടറിൽ മുഹൂർത്തത്തിൻ്റെ സിമ്പിൾ, അതായത് താലി ചാർത്തിയ ഒരു ഫോട്ടോയൊക്കെ കാണാം. തമിഴ്നാടിൻ്റെ കലണ്ടറിലൊക്കെ ഭയങ്കരമായിട്ട്, തെലുങ്കാന, കർണാടകയിലൊക്കെ ഉണ്ട്. മുഹൂർത്തത്തിനെ പ്രതിപാദിക്കുന്ന ഒരു സിമ്പിൾ, താലി ഇല്ലെങ്കിൽ നാദസ്വരം, തവിലൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന് മുഹൂർത്ത ദിവസമാണല്ലേ, എന്നാൽ പിന്നെ ഇന്ന് ഗൃഹപ്രവേശനം ആയിക്കോട്ടെ, ഉപനയനം ആയിക്കോട്ടെ, സീമന്തമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, ഗൃഹ ആരംഭമായിക്കോട്ടെ എന്നിങ്ങനെ സാധാരണക്കാരും തുടങ്ങി. അപ്പോൾ ഈ വിഷയം, അപ്പോൾ എവിടെയാണ് ഇത് തുടങ്ങുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അമ്പലത്തിലെ ശാന്തിക്കാരന് ഇതെല്ലാം അറിയണം എന്ന് നിർബന്ധമില്ല. ഇനി ഇതും അറിയുന്ന ആൾക്കാരുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ജ്യോതിഷവും തന്ത്രവും പഠിച്ച് നല്ല കേമന്മാരായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി വേണം നാം അപ്രോച്ച് ചെയ്യുവാനായിട്ട്. ഇതിൽ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ ഒരു MBBS പഠിച്ച ഒരു ഡോക്ടർ, MD എടുത്ത ഒരു ഡോക്ടർ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരിക്കലും ഗൈനക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറേ ഇല്ല. അയ്യോ, അയാൾ കാർഡിയോളജിസ്റ്റാണ്, ഗൈനക്കോളജിസ്റ്റ് അല്ല, അതുകൊണ്ട് അവിടെ പോരുത് എന്ന ബോധം നമ്മളിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു അമ്പലത്തിലെ ശാന്തിക്കാരന് എല്ലാം അറിയാമെന്നുള്ള ഒരു ചിന്തയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് ദുഷിച്ച ചിന്തകൾ ഇംപ്ലാന്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള വസ്തുത അല്ല ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ജ്യോതിഷത്തിന് ജ്യോതിഷം നോക്കുന്ന ആൾ, വാസ്തുവിന് വാസ്തു നോക്കുന്ന ആൾ, തന്ത്രശാസ്ത്രത്തിന് തന്ത്രശാസ്ത്രം നോക്കുന്ന ആൾ എന്നിങ്ങനെ ഈ വിഷയം തന്നെ ബൃഹത്തായ വിഷയമാണ്. ഇതിൽ
2ഉം 3ഉം വിദ്യകൾ പഠിച്ച ആൾക്കാരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. അല്ലാത്ത പക്ഷം ഇവർ തന്നെ പറയണം എനിക്കിത് അറിഞ്ഞൂടാ എന്നുള്ളത്. ഇല്ലെങ്കിൽ നാം അതിനനുസരിച്ച് നടന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വിഷയമാണ്, ഒരു ചിന്തയാണ് ഇവിടെ അവതരിപ്പിച്ചത്. നമസ്കാരം.